പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ കൃപയും അഭിഷേകവും ഈ നിമിഷം അങ്ങ് ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഈ തിരുവചന ശുശ്രൂഷ പരിശുദ്ധാത്മാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഈ വചനം ഓരോ ഹൃദയങ്ങളിലേക്കും അങ്ങ് എത്തിക്കണമേ. ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മക്കളെ പരിശുദ്ധാത്മാവെ അങ്ങയുടെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ തിരുവചനത്തിലൂടെ പരിപൂർണമായ പാപമോചനവും രോഗശാന്തിയും അനുതാപവും അങ്ങയുടെ കൃപകളുടെ അഭിഷേകവും നൽകി ഇതിൻ്റെ ശ്രോതാക്കളെയും ഇത് കേൾക്കുന്ന സ്ഥലങ്ങളെയും ദേശത്തെയും അങ്ങ് അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാകണമേ. അമ്മേ പരിശുദ്ധ മറിയമേ, തിരുവചനത്തിൻ്റെ നായികയെ, ഈ തിരുവചനവുമായി അമ്മ എല്ലാ ഹൃദയങ്ങളെയും സമീപിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ അനുഗ്രഹീതരായ പൊന്നുമക്കളെ, ഈ പരിശുദ്ധമായ വചനം ശ്രവിക്കുന്ന ഓരോ നിമിഷത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ അഭിഷേകവും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം മനോഹരമായ സൃഷ്ടികർമ്മത്തിൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ 2 മഹാദീപങ്ങൾ കത്തിച്ച് വച്ചു എന്ന് കാണുന്നുണ്ട്. മഹാദീപങ്ങൾ ആകാശത്ത് അവിടുന്ന് കത്തിച്ച് വെക്കുകയാണ്. ഒന്ന് വലുതും മറ്റത് ചെറുതും. ആ വലിയ ദീപം പകലിനെ നയിക്കുവാനുള്ളതായ ദീപമായി സൂര്യനായും, ചെറിയ ദീപമാകട്ടെ രാത്രിയെ നയിക്കുവാനുള്ള ദീപമായും ചന്ദ്രനായും അങ്ങ് സ്ഥാപിക്കുകയാണ്. അനന്ത സ്നേഹവും പരിപാലനയും തന്നെയായ ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കണികയിലും നിറഞ്ഞു നിന്നുകൊണ്ട് ഓരോ മകനും മകൾക്കും വേണ്ടതായ കൃപയ്ക്ക് വേണ്ടി പ്രപഞ്ചത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ തന്നെ കടന്നു വരികയാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ ഈ 2 വിളക്കുകൾ, സൂര്യനും ചന്ദ്രനുമാകുന്ന 2 വിളക്കുകൾ കത്തിച്ചു വെച്ചതായ ദൈവം മനുഷ്യനും ഇതുപോലെ തന്നെ 2 ദീപങ്ങൾ കത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ ജനിക്കുമ്പോൾ തന്നെ അവന് 2 കണ്ണുകൾ കൊടുക്കുന്നുണ്ട്. ആ കണ്ണുകളിലൂടെ അവൻ ഈ പ്രപഞ്ചത്തെ, ദൈവം കൊടുക്കുന്നതായ പ്രപഞ്ചത്തെ കാണുവാനും അനുഭവിക്കുവാനും അതിലൂടെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയരുവാനുള്ളതായ കൃപ കൊടുത്തുകൊണ്ടാണ് കണ്ണുകളെ ദൈവം അവർക്ക് പ്രദാനം ചെയ്യുക. ചില വ്യക്തികൾക്ക് ദൈവം കണ്ണുകളുടെ അനുഗ്രഹം കൊടുക്കുന്നില്ല എങ്കിലും ആന്തരിക നേത്രങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതയെയും ദൈവത്തിൻ്റെ സൗന്ദര്യത്തെയും മനസ്സിലാക്കുവാനുള്ളതായ ഭാഗ്യം അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ദൈവം ഒരുപോലെ തന്നെ കൃപ വർഷിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുക. ഇവിടെ നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ പ്രബോധനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് കണ്ണ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. അതേസമയത്ത് ഈ വിളക്കുണ്ടല്ലോ മക്കളെ, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്ന് പറയുന്ന ഈശോ പറയാണ്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. കണ്ണ് കുറ്റമുള്ളതാണെങ്കിൽ, ദുഷ്ടമാണ് എങ്കിൽ ശരീരം മുഴുവനും ഇരുളിലായിരിക്കും. ഇതാണ് ഈശോ പറയുക. ഞാൻ ഇന്ന് സൂചിപ്പിക്കുന്നതാണ്, നമ്മുടെ കണ്ണിൻ്റെ പ്രകാശം ഇരുളാകാതിരിക്കുവാൻ വേണ്ട ശ്രദ്ധ, വേണ്ട ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഈ കാര്യമാണ് ഈ വചനഭാഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുക. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബാബിലോണിൽ നിന്ന് ദൈവം 2 ശ്രേഷ്ഠന്മാരെ അഭിഷേകം ചെയ്യുന്നുണ്ട്. 2 ശ്രേഷ്ഠന്മാരെ, ന്യായാധിപന്മാരെ അഭിഷേകം ചെയ്ത് ദൈവം അയക്കുകയാണ്. എന്നിട്ട് ദൈവം പറയാണ്, ബാബിലോണിൽ നിന്ന് ശ്രേഷ്ഠമായവയെ ചെയ്യേണ്ടതിനും ന്യായം വിധിക്കുന്നതിനും വേണ്ടി 2 ശ്രേഷ്ഠന്മാരെ, ന്യായാധിപന്മാരെ അയക്കുന്നുണ്ട്. എന്നാൽ ബാബിലോണിൽ നിന്ന് അകൃത്യങ്ങൾ ഉണ്ടാകുമെന്നും ദൈവം ദാനിയേലിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിലൂടെ തന്നെ പറയുന്നുണ്ട്. എന്താണ് വാസ്തവം പറഞ്ഞാൽ ഈ അകൃത്യം എന്നുള്ള കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ ആത്മീയതയിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു വരാൻ ശ്രമിക്കാം. കണ്ണിനൊരു ആത്മീയതയുണ്ട്.
നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും ഒരു ആത്മീയത നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നാവിനൊരു ആത്മീയതയുണ്ട്. നല്ലവ മാത്രം പറയുന്നത്, വിലകെട്ടവ പറയാതെ നല്ലവ മാത്രം പറഞ്ഞാൽ നിന്റെ നാവിനെ എൻ്റെ വാള് പോലെയാക്കി തീർക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം യെരേമ്യായിൽ കിടപ്പുണ്ട്. അപ്പോൾ നാവിന് ഒരു ആത്മീയതയുണ്ട്, ഒരു ശക്തിയുണ്ട്. കണ്ണുകൾക്കുണ്ട്, ചെവികൾക്കുണ്ട്, എൻ്റെ വ്യക്തിത്വം മുഴുവനുമുണ്ട്. എൻ്റെ വ്യക്തിത്വം മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഘടകമാക്കി മാറ്റേണ്ടതുണ്ട്. നമുക്ക് കണ്ണിൻ്റെ ആത്മീയതയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ളതായ ആ തിരുവചനങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ 2 ശ്രേഷ്ഠന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. 2 ശ്രേഷ്ഠന്മാര്, നീതി വിധിക്കേണ്ടവര്, ന്യായം വിധിക്കേണ്ടവര്. അതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, യോവാക്കിനെ കുറിച്ചും പറയുന്നുണ്ട്, പിന്നെ സൂസനെ കുറിച്ചും പറയുന്നുണ്ട്. സൂസന അതീവ സുന്ദരിയായിരുന്നു എന്ന് പറയുന്നു. അതീവ സുന്ദരിയായ ഇവള്, വാസ്തവം പറഞ്ഞാല് യോവാക്കിമിന്റെ ആ ഭവനത്തിലായിരിക്കുന്ന അവൾ അവിടെ തന്നെയാണ് ഈ ന്യായാധിപന്മാര്, ഈ ശ്രേഷ്ഠന്മാര് അവര് അവിടെ ചെലവഴിക്കുന്നു. ധാരാളം ആളുകൾ കേസുകളുമായി ഇവരുടെ അടുക്കൽ വരുന്നു. ഇവർ വ്യവഹാരങ്ങളൊക്കെ നടത്തി കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ശുശ്രൂഷയുടെ എല്ലാത്തിൻ്റെ ഇടയിൽ തന്നെയാണ് സൂസന്ന എന്ന് പറയുന്ന അതീവ സുന്ദരിയും ദൈവഭക്തയും വിശുദ്ധയുമായ ആ സ്ത്രീയിലേക്ക് ദുഷ്ടമായ കണ്ണുകളോടുകൂടി തന്നെ ഈ ശ്രേഷ്ഠന്മാര് നോക്കുക എന്നുള്ളത് നമ്മൾ വചനത്തിൽ തന്നെ പ്രത്യേകം കാണുന്നുണ്ട്. അവർ പലപ്പോഴും അവളെ കാണാറുണ്ടായിരുന്നു. അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസരം കിട്ടുമ്പോൾ നോക്കുന്നതോടുകൂടി തന്നെ ഈ ന്യായാധിപന്മാരുടെ, ശ്രേഷ്ഠന്മാരുടെ ആ ധർമ്മത്തിൽ നിന്ന് അവർ സാവധാനം വ്യതിചലിക്കുകയാണ്. ഇവളിലേക്ക് അഭിലാഷമുണ്ടാകുന്നു, ആസക്തി ഉണ്ടാകുന്നു. ഇവയെല്ലാം ഉണ്ടാകുന്ന ഈ ശ്രേഷ്ഠന്മാര് അവർ നശിക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് നശിച്ചു പോയതെന്ന് ഈ 13-ാമത്തെ അധ്യായം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം അവരുടെ നാശം എങ്ങനെയായിരുന്നു എന്ന്. ഈ സൂസന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോകുമ്പോഴേ പറയാണ്, ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോകുന്നതിന് ശേഷം സൂസന്ന തോട്ടത്തിൽ ചെല്ലുന്നു. അവൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കുളിക്കാനായിട്ട് ഇറങ്ങുന്നു. പരിചാരികളെ പറഞ്ഞു വിട്ടിട്ട് അവൾ തോട്ടത്തിൽ സമയം ചെലവഴിക്കാൻ നോക്കുമ്പോഴേ ഒളിച്ചിരുന്ന ഈ ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറയുകയാണ്. അവരിവിടെ പിടികൂടി തങ്ങളോടുകൂടി ശയിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതായ സൂസന്ന ഉറക്ക നിലവിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് അവൾ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും ഇവളെ കുടുക്കിലാക്കുന്ന ആ ശ്രേഷ്ഠന്മാര് നോക്കിക്കേ, കണ്ണുകളിലൂടെ കയറി വന്നതായ പാപം അത് മനസ്സിലേക്ക്, വികാരങ്ങളിലേക്ക് കയറി നോക്കിയേ, കണ്ണിൽ കൂടി കടന്നു വരികയാണ്. കണ്ണ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫി പോലെയാണ്. ഒറ്റ നോട്ടം കൊണ്ട് ആ ചിത്രം മുഴുവന് ഹൃദയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്യാമറയിലൂടെയാണെങ്കിൽ അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, ഓരോന്ന് ചെയ്യണം. കണ്ണിന് എന്ന് പറയുമ്പോഴത്തേന് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഒരൊറ്റ നോട്ടത്തിലൂടെ, ഒരു നോട്ടത്തിലൂടെ അത് ഹൃദയത്തിലേക്കായി വികാരങ്ങളെ ഇളക്കി വിടാൻ തുടങ്ങുന്നു, ആസക്തികളെ ഇളക്കി വിടാൻ തുടങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ ധർമ്മബോധവും നീതിബോധവും ദൈവിക ചിന്തയും ദൈവവിചാരങ്ങളും ദൈവവികാരങ്ങളും ഭക്തി തീഷ്ണതയെ ഇതെല്ലാത്തിനെയും കെടുത്തിക്കളഞ്ഞുകൊണ്ട് ആ ജീവിതത്തെ, ആ വ്യക്തിത്വത്തെ മുഴുവനും ഇരുളാക്കി മാറ്റുകയാണ് ചെയ്യുക. ഇവിടെയാണ് പറയുന്ന വചനം, കണ്ണിൻ്റെ പ്രകാശം ഇരുളാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശമുണ്ട്. ആ കണ്ണുകളുടെ പ്രകാശത്തെ ഇരുളാക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുവിനുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ വികാരങ്ങളെ ഇളക്കി വിട്ടതായ, അതിന് അടിപ്പെട്ടു ആസക്തികൾക്ക് അടിപ്പെടുന്നവരായ ഈ നീതിമാന്മാര്, ശ്രേഷ്ഠന്മാര് ആസക്തികൾക്ക് അടിപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും പാപം ചെയ്യുവാനുള്ളതായ ഒരു വിചാരമല്ലാതെ മറ്റു യാതൊന്നും ഇവരുടെ ഹൃദയത്തിൽ, ഇവരുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ കാണണം എങ്ങനെയാണ് ഒരു നീതിമാനെ, ഒരു ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ നശിപ്പിച്ച് കളയുന്നതെന്ന് കാണുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ ഈ സൂസനയെ അവരാളുകൾ അറിഞ്ഞു, അവൾ ബഹളമുണ്ടാക്കി, ആളുകൾ ഓടി വന്നു. ആളുകളോട് ഈ ശ്രേഷ്ഠന്മാർ പറയാണ്, ഇവള് കുളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേന് ഇവിടെ ഈ തോട്ടത്തില് കഥകടിച്ച് പോയപ്പോൾ ഇതിനകത്ത് ഒരു യുവാവ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു കള്ളക്കഥ മെനയുകയാണ്. ആളുകൾ ഇതെല്ലാം വിശ്വസിച്ച് അവരെല്ലാം വളരെയേറെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടെന്ന രീതിയിൽ അവർ പോയി. എന്നിട്ട് പിറ്റേ ദിവസം ഒരുമിച്ച് കൂടുകയാണ്. ശ്രേഷ്ഠന്മാർ ഒരുമിച്ച് കൂടി ഇവളെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയാണ്. നോക്കുക, കണ്ണിൽ കൂടി കയറി വന്നതായ ആ തിന്മ, അത് ഇളക്കി വിട്ടതായ വികാരങ്ങൾ, അത് ഇളക്കി വിട്ടതായ ചിന്തകൾ, ഇതെല്ലാം എന്തെല്ലാം പാപത്തിലേക്ക് വലിച്ചിട്ടു ഒരു നിഷ്കളങ്കയായ സ്ത്രീയെ കൊല്ലുവാൻ തന്നെ തീരുമാനിക്കുന്നു.
അങ്ങനെ കൊല്ലുവാൻ തീരുമാനിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ അവിടെ ഉണ്ടാകുകയാണ്. ദാനിയേൽ എന്ന് പറയുന്ന ഒരു ബാലന്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുക. അല്ലയോ ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു ന്യായവിധി കൂടാതെ, ഒരു വിസ്താരം കൂടാതെ ഒരു ഇസ്രായേൽ യുവതിയെ, ഒരു ഇസ്രായേൽ സ്ത്രീയെ നിങ്ങൾക്ക് വധശിക്ഷയ്ക്ക് വിധിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിലും ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ദിവ്യാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമാകുമ്പോൾ ആളുകൾ തന്നെ പറയാണ്, ഒരു കാര്യം ചെയ്യുക. ശ്രേഷ്ഠന്മാരും പറഞ്ഞാൽ നീ ഒരു കാര്യം നീ വിധിക്കുക എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് യഥാർത്ഥ കുറ്റവാളിയെ, വാസ്തവം പറഞ്ഞാൽ ഈ ശ്രേഷ്ഠന്മാരുടെ ഇവരുടെ എല്ലാ തെറ്റുകളെയും കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ദാനിയേലിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ആ ദുഷ്ടന്മാരെ വകവരുത്തുന്നത് നമ്മൾ കാണുകയാണ്. ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഈശോ പറഞ്ഞൊരു വചനമുണ്ടല്ലോ, മത്തായി സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവർ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന്. നോക്കുക എന്ന് പറയുന്നത് പാപമല്ല, സ്ത്രീയെ നോക്കുക എന്ന് പറയുന്നത് പാപമല്ല. സ്ത്രീ തിന്മയല്ല, സ്ത്രീ നന്മയുടെ പ്രതിരൂപമാണ്, സ്ത്രീ വിശുദ്ധിയുടെ പ്രതിരൂപമാണ്. സ്ത്രീയിൽ മാതൃത്വമുണ്ട്, കന്യത്വമുണ്ട്, അമൂല്യമായ നിധികൾ അവളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെയുള്ളതായ സ്ത്രീ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞവളാണ്. അതേ സമയത്ത് ആസക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ ദുഷ്ടതയാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ തിന്മയാണ്. ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി പാപം ചെയ്തിരിക്കുന്നു. ഈശോ പറയാണ്, വലത് കണ്ണ് നിനക്ക് പാപം ഹേതുവാകുന്നു എങ്കിൽ അത് ചുഴന്നെടുത്തെറിഞ്ഞു കളയുക. 2 കണ്ണുകളോടുകൂടി നീ തീ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടി നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയായിരിക്കും. ഈശോ വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഈ തിരുവചനങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ പാപത്തിൽ വീണുപോയേക്കാം. കണ്ണുകൾ വഴി നമ്മൾ പാപത്തിൽ വീണേക്കാം, നാവ് വഴി നമ്മൾ പാപത്തിൽ വീണേക്കാം, ചിന്തയിലൂടെ നമ്മൾ പാപത്തിൽ വീണേക്കാം. നമുക്ക് തെറ്റുകളും തിന്മകളും പാപവും എല്ലാം വന്നേക്കാം. അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ളതായ, അതിന് പാപത്തിൽ വീണാൽ പോലും അതിൽ നിന്ന് കരകയറുവാനുള്ള മാർഗവും രക്ഷയുമായിട്ടാണ് ഈശോ കടന്നു വന്നത്. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളെ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവൂ എന്നുള്ളതായ കാര്യമാണ്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. ഈശോ പറഞ്ഞില്ലേ, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. അത് ദുഷ്ടമെങ്കിൽ ശരീരം മുഴുവനും ഇരുണ്ടു പോകും. ഈ ശ്രേഷ്ഠന്മാരെ കുറിച്ച്, ഈ നീതി വിധിക്കുന്നവരെ കുറിച്ച് വ്യക്തമായി പറഞ്ഞത് അവരുടെ ജീവിതം മുഴുവനും ഇരുളാക്കി കളഞ്ഞത് കണ്ണ് ദുഷ്ടമായി തീർന്നപ്പോഴാണ്. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴേ നമ്മൾ നോക്കേണ്ടത് കണ്ണ് ദുഷ്ടമാകാതിരിക്കാനുള്ളതായ ആ ചിന്തയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൊണ്ടുവരാനായിട്ട് നോക്കാം. ദാനിയേലിന്റെ പുസ്തകത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ശമൂവേൽ 2-ാമത്തെ പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ 2 മുതൽ 5 വരെയുള്ള തിരുവചനത്തിൽ കാണുന്നുണ്ട് എങ്ങനെയാണ് ദാവീദിന്റെ കണ്ണ് പിഴച്ചു പോയത് എന്ന് കാണുകയാണ്. ദാവീദിന്റെ കണ്ണ്, വിശുദ്ധനായ ദാവീദ്, ദൈവത്തിന്റെ അഭിഷേകം സ്വീകരിച്ചവനായ ദാവീദ്, ദൈവത്തിന് വേണ്ടി ശക്തമായി പെരുമാറിയവൻ, യുദ്ധം ചെയ്തവൻ, ഗോലിയാത്തിനെ കൊല്ലുവാൻ വേണ്ടി ധൈര്യവും ശക്തിയും പ്രാപിച്ചവൻ, ഇവൻ ഇവിടെ വീണു പോകുന്നു. എവിടെ? അവൻ ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ കണ്ടു എന്നാണ് പറയുന്നത്. കണ്ടു, ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുന്നു. അതിനെ അവൻ നോക്കുന്നു. അതിനെ നോക്കി അവിടെ അഭിലാഷത്തിന് അവൻ അടിപ്പെട്ടു പോകുന്നു, വികാരങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നു, തിന്മയ്ക്ക് അടിപ്പെട്ടു പോകുന്നു. തിന്മയ്ക്ക് അടിപ്പെട്ടു പോയിട്ട് അവൻ ആളെ അന്വേഷിക്കാൻ, അവൾ ആരാണെന്ന് അന്വേഷിക്കുന്നു, അവളെ കൊണ്ടുവരുന്നു, അവളുമായി പാപത്തിൽ വീഴുന്നു. ഈ പാപത്തെ മൂടി വെക്കുന്നതിന് വേണ്ടി ഒന്നിനു പിറകെ ഒന്നായി 100 തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ അവരിലേക്ക് വരികയാണ്. കണ്ണിലൂടെ കയറി വന്ന പാപം, കണ്ണിലൂടെ കയറി വന്ന ആ തിന്മ എന്തുമാത്രം നാശമാണ് വരുത്തി വെച്ചതെന്ന് നോക്കുക. ഈ നാശം വരുത്തി വയ്ക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ചൈതന്യം ഉണ്ടായിരിക്കട്ടെ. ഈശോ ദൈവം സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ പ്രപഞ്ചത്തിൽ കത്തിച്ചു വെച്ച ദീപങ്ങളെ പോലെ തന്നെയാണ്. നമ്മുടെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ ദൈവം നമുക്ക് നൽകിയ കണ്ണുകൾ, ഇത് 2 വിളക്കുകൾ തന്നെയാണ്, വിളക്കാണ്. ഈ വിളക്ക് ഉപയോഗിച്ച് എനിക്ക് നല്ല കാഴ്ച ലഭിക്കുകയാണ്. ഈ വിളക്ക് ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ധാരാളം ചിത്രങ്ങൾ നേടിയെടുക്കുകയാണ്. ഒരു മകൻ ഒരിക്കൽ പറയായിരുന്നു, ക്രൂശിതനായ ഈശോയുടെ തിരുസ്വരൂപം ഞാൻ ഒരിക്കൽ നോക്കിയതേ ഉള്ളൂ.
ആ നോട്ടത്തിലൂടെ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും എനിക്ക് കാണിച്ചു തന്നു എന്ന്. നോക്കിയേ, യേശുവിൻ്റെ ആ ഒരു ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയത് മാത്രമാണ്. കൊച്ചേശാപ്പുണ്ണിയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അവൾ പ്രാർത്ഥനാ പുസ്തകം എടുത്തപ്പോഴേ പ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്നൊരു ചിത്രം എഴുതി വീണു. അത് നോക്കിയപ്പോഴേ ഈശോയുടെ രക്തം ഒഴുകി വീഴുന്ന ഒരു ചിത്രമായിരുന്നു അത്. അവൾ പറയാണ്, എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുരക്തം, ആത്മാക്കൾക്ക് വേണ്ടി ഒഴുക്കേണ്ട രക്തം ഇതാ വെറുതെ ഒഴുകിപ്പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആത്മാക്കളെ തരിക എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുകയാണ്. പൊന്നുമക്കളെ, നമ്മൾ ചെയ്യേണ്ടത് നന്മയും തിന്മയും എല്ലാം വരുന്നത് കണ്ണിലൂടെയാണ്. കണ്ണ് നന്മയ്ക്കുറവിടമാണ്. കണ്ണ് അതുപോലെ തന്നെ തിന്മയിലേക്ക് തന്നെ നയിക്കുന്നതാണ്. എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? ഒരുപക്ഷേ നമ്മുടെ കണ്ണ് വഴി നമ്മൾ പാപം ചെയ്തേക്കാം. ബാബിലോണിൽ തന്നെ അകൃത്യങ്ങൾ ഉയർന്നു വരുമെന്ന് ദൈവം പറഞ്ഞതായ വാക്ക് അവിടെ അന്വർത്ഥമായില്ലേ? നമ്മുടെ ഭാഗത്തു നിന്നും കണ്ണിലൂടെ ഒത്തിരി പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്. നാം ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. മത്തായി അറിയിച്ച സുവിശേഷത്തിലും മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു കടന്നു പോകുന്നതായ, യേശു ലോകത്തിന്റെ പ്രകാശമാണ്. അവൻ പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ഭൂമിയിലായിരിക്കുവോളം ഞാൻ ലോകത്തിന്റെ പ്രകാശമായിരിക്കും ചെയ്യുമെന്ന് പറയുന്നു. ആ ഈശോ കടന്നു പോകുമ്പോഴേ രണ്ട് അന്ധയാചകന്മാര് അവിടെ ഇരുന്ന് കേൾക്കുകയാണ്. എന്തോ സംഭവിക്കുന്നുണ്ട് ഈ റോഡില്, ആരോ കടന്നു പോകുന്നുണ്ട്, ആളുകൾ തിക്കി പോകുന്നുണ്ടല്ലോ. അവർ അന്വേഷിച്ചു, ആരാണ് പോകുന്നതെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവർക്ക് ആളുകൾ പറഞ്ഞു കൊടുത്തു, നസറായനായ ഈശോ, ദൈവപുത്രനായ ഈശോ കടന്നു പോവുകയാണെന്ന് പറയുകയാണ്. അവർ ഉടനെ തന്നെ ഈശോയെ വിളിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന്, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഉച്ചത്തിൽ വിളിക്കുന്നതായ അവരെ തടഞ്ഞു നിർത്തിയപ്പോൾ വീണ്ടും അവർ പൂർവാധികം ഉച്ചത്തിൽ നിലവിളിച്ചു, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോ പോകാതെ അവിടെ നിൽക്കുകയാണ്. ഈശോ പറയുന്നു, അവരെ ഇവിടെ കൊണ്ടുവന്നിട്ടേ ഇനി ഒരടി ഞാൻ മുന്നോട്ട് വെക്കുള്ളൂ. ഇതാണ് ഈശോ പറയുന്നത്. പൊന്നുമക്കളെ, കാര്യം ഓർക്കണം, യേശുവിനെ വിളിക്കുമ്പോൾ ഈശോ അവിടെ നിൽക്കും. ഈശോയെ വിളിക്കുമ്പോൾ ഈശോ അവിടെ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ അന്വേഷിക്കുന്നു. അതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, ഈശോയുടെ ശക്തി. ഈശോ പറഞ്ഞു, അവരെ ഇവിടെ കൊണ്ടുവരാൻ പറയുകയാണ്. അവരെ കൊണ്ടുവന്നപ്പോഴേ അവരോട് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? നിങ്ങൾ യാചകന്മാർ, ഈശോയ്ക്കറിയാം അവർ യാചകരാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴേ അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ ജീവിക്കാനുള്ള സാഹചര്യം വേണം, അത് വേണം, ഇത് വേണം എന്തെല്ലാം അവർക്ക് പറയാമായിരുന്നു. പക്ഷേ ലോകത്തിന്റെ പ്രകാശമായ ആ യേശുവിനോട് അവർ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, ഞങ്ങൾക്ക് വീണ്ടും കാഴ്ച തരണം. കാഴ്ച തരണമെന്നല്ല പറഞ്ഞത്, വീണ്ടും കാഴ്ച തരണമെന്നാണ് പറയുന്നത്. വീണ്ടും കാഴ്ച തരണമെന്ന് പറഞ്ഞാല് അതിനൊരർത്ഥമുണ്ട്. ഇവർക്ക് നേരത്തെ തന്നെ കാഴ്ചയുണ്ടായിരുന്നു, ആ കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്. പൊന്നുമക്കളെ, നമ്മുടെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയെന്നോ, പാപം, ഇരുള്, അന്ധകാരം നമ്മുടെ കണ്ണിൽ പ്രവേശിച്ചപ്പോഴേ, ആ അന്ധകാരം നമ്മുടെ ആത്മാവിനെ തകർത്തപ്പോൾ, നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ മ്ലേച്ഛതയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴേ, ഈ ന്യായാധിപന്മാരെ പോലെ, ശ്രേഷ്ഠന്മാരെ പോലെ നമ്മൾ തകർന്നപ്പോഴേ നമ്മുടെ കാഴ്ചയെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴെന്നറിയാമോ? പാപത്തെ എൻ്റെ കണ്ണിലൂടെ ഞാൻ കൊണ്ടുവന്ന നിമിഷം തന്നെ എൻ്റെ കണ്ണിൻ്റെ യഥാർത്ഥ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥ കാഴ്ച നഷ്ടപ്പെട്ടു. ഈ അന്ധയാചകന്മാര് പറഞ്ഞ വാക്ക് നോക്കിക്കേ, ഞങ്ങൾക്ക് വീണ്ടും കാണണം. ഇതാണ് ഇവിടെ വചനം പറയുന്നുണ്ട്. അവൻ ഉള്ളലിഞ്ഞ്, ഇത് പറയുന്ന വാക്കിതാണ്, അവൻ ഉള്ളലിഞ്ഞ് സ്പർശിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് വീണ്ടും കാഴ്ച ലഭിക്കട്ടെ എന്ന് പറയാണ്. നിങ്ങൾക്ക് കാഴ്ച ലഭിക്കണം, അത് ഈശോ പറയാണ്. പൊന്നുമക്കളെ, വീണ്ടും കാഴ്ച ലഭിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അതായത് പാപത്തിൽ വീണ് നശിച്ചു പോയവരാണെങ്കിലും, കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടവര്, കണ്ണിലൂടെ പാപം ആർത്തിയോടെ എന്നിലേക്ക് ഇരമ്പിക്കയറി എന്നെ നശിപ്പിച്ച് എൻ്റെ വികാരങ്ങളെ, ചിന്തകളെ, ഭാവനകളെ, പ്രാർത്ഥനയെ, ആധ്യാത്മികതയെ എല്ലാത്തിനെയും നശിപ്പിച്ചു കളഞ്ഞാലും ശരി, നമുക്ക് രക്ഷയ്ക്കൊരു വകയുണ്ട് മക്കളെ. ജീവൻ നൽകുവാൻ ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. കണ്ണിന് കാഴ്ച നൽകുവാൻ ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. അന്ധന്മാരെ, യാചകരെ, ഭിക്ഷക്കാരെ നമുക്ക് വേണ്ടിയുള്ളവനാണ് ഈശോ എന്നുള്ള കാര്യം ഓർക്കുക.
അപ്പോൾ എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി, കാഴ്ച നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ഇതാ കാഴ്ചയുമായി ഈശോ തരികയാണ്. അവൻ ഉള്ളലിഞ്ഞ് പറയുന്ന വാക്കിതാണ്, അവൻ ഉള്ളലിഞ്ഞ് പറയാണ് നിങ്ങൾക്ക് വീണ്ടും കാഴ്ച ലഭിക്കട്ടെ എന്ന് പറയുകയാണ്. കണ്ണുകളിൽ തൊട്ടുകയാണ് കാഴ്ച ലഭിക്കാൻ വേണ്ടിയിട്ട്. ഈശോ ഒന്ന് തൊട്ടാൽ മതി, എൻ്റെ കണ്ണുകൾക്ക് വീണ്ടും കാഴ്ചയായി. ഈശോ ഒന്ന് പറഞ്ഞാൽ മതി, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയായി. ഈ കാഴ്ചയെ നമ്മൾ വീണ്ടെടുത്തേ മതിയാവൂ. അപ്പോഴേ പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചമായിരുന്നു എൻ്റെ കണ്ണിൽ നേരത്തെ ഉണ്ടായിരുന്നത്. ഈ പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചത്തെ ഞാൻ എന്നിൽ നിന്ന് നിഷ്കാസനം ചെയ്തതാണ് പാപം വഴിയായിട്ട്. ജഡികതയും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പോവുകയില്ല. ജഡിക മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ പ്രകാശം കെട്ടുപോയി. ആ കെട്ടുപോയി എങ്കിൽ നിരാശപ്പെടേണ്ട, മറിച്ച് ദൈവത്തിൻ്റെ വിളിക്കുക, ദൈവത്തിൻ്റെ ദൈവികതയെ ഒന്ന് വിളിച്ചാൽ മതി, അവൻ്റെ ശക്തിയെ ഒന്ന് വിളിച്ചാൽ മതി. അവർ ഉറക്ക കരഞ്ഞതുപോലെ തന്നെ നാമും ഉറക്ക കരഞ്ഞാൽ മതി. ആ കരച്ചിലിന് വിലയുണ്ട്. യേശുവേ ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞാൽ മതി, യേശുവേ ഞങ്ങളുടെ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും അത് കിട്ടും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ധ്യാന കേന്ദ്രത്തിലെ ഒരു ഹൈന്ദവ മകള് വന്നിരുന്നു. 2 കണ്ണിനും ഒരു കാഴ്ചയുമില്ല. ആളുകൾ അവരെ കൈക്ക് പിടിച്ച് ധ്യാനത്തിന് കൊണ്ടുവന്ന് ഇരുത്തും. ആകപ്പാടെ വെള്ളിയാഴ്ച തുടങ്ങുന്ന ധ്യാനം ഞായറാഴ്ച 1 മണിക്ക് തീരുന്ന അത്രേ സമയമേ ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്നിരുത്തി കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള സംഗതി അച്ഛന്മാർക്ക് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. അപ്പോൾ ആ സ്ത്രീയുടെ അടുക്ക ചെന്ന് ഞാൻ വീണ്ടും ചോദിച്ചു, കണ്ണിനൊന്നും ഒരു കാഴ്ചയൊന്നുമില്ലേ, പരസഹായം വേണോ നടക്കാനൊക്കെ എന്ന് ചോദിച്ചപ്പോഴത്തേനെ ഒട്ടും കാഴ്ചയില്ല അച്ഛാന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞേ, ഉള്ളില് ഈശോയെ കാണാൻ നോക്ക്, ഉള്ളില് ഈശോയുടെ തിരുമുഖം കാണാൻ നോക്ക്. എന്നിട്ട് ആ ഈശോയെ വിളിച്ചുകൊണ്ടിരിക്കുക ഹൃദയത്തില്. നീ അതരം വിടർത്തിയൊന്നും വിളിക്കണ്ട, നിന്റെ ഹൃദയത്തില് നീ ഈശോയെ കണ്ടുകൊണ്ട് ആ നാമം വിളിച്ചും 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 വിളിച്ചു ഇരിക്കെ. ഒരുപക്ഷെ ഇവിടെ എടുക്കുന്ന ക്ലാസ് നിനക്ക് മനസ്സിലാകുകയില്ലായിരിക്കും. നീ ഉള്ളിലെ ഈശോയെ വിളിക്ക്. എന്നിട്ട് ഒരു ഒറ്റ വാക്ക് വെച്ച് പറഞ്ഞാൽ മതി, ഈശോയെ എനിക്ക് കാഴ്ച വേണം, യേശുവേ എനിക്ക് കാഴ്ച വേണം, കാഴ്ച വേണമെന്ന്. കുഞ്ഞുമക്കളെ മനസ്സിലാക്കിക്കൊള്ളുക, ധ്യാനത്തിൻ്റെ 2ാം ദിവസം ആരാധനയുടെ സമയത്ത് ആ വ്യക്തിക്ക് പൂർണ്ണമായി കാഴ്ച കിട്ടി. യേശുവേ എനിക്ക് കാഴ്ച വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേ, യേശുവേ എന്നെ കൈവിടരുത്, എനിക്ക് ഈ ആളുകളെ പോലെ മറ്റുള്ളവരെ കാണാനുള്ള കൃപ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നൊന്ന് കാണുവാനുള്ള കൃപ, ഞാൻ എന്നോട് സംസാരിക്കുന്ന ആളിനെ കാണാനുള്ളതായ കൃപ, ആ കൃപ കാഴ്ച കാണണം. ഈ സ്ത്രീ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. യേശുവിന് ശക്തിയുണ്ട്, അവൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച പോയാൽ, നമ്മിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വിട്ടുപോയാൽ നിരാശപ്പെടരുത്. പാപിയാണ് ഞാനെന്നും എൻ്റെ പാപത്താൽ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നും ഞാൻ പറയണ്ട. നീ പാപിയാണെങ്കിൽ പാപമോചനവുമായി ഈശോ നിന്റെ മുമ്പിലുണ്ട്. അവൻ്റെ പക്കലേക്ക് കരമുയർത്തി വിളിച്ചാൽ മതി, അനുതപിച്ച് അവനെ വിളിച്ചാൽ മാത്രം മതി. അവൻ പരിപൂർണമായ പാപമോചനം നമുക്ക് തരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വ്യക്തമായി കാണുന്നു, 9-ാമത്തെ അധ്യായത്തിലെ കടന്നു പോകുന്നവനായ ഈശോയെ അരിയിലേക്ക് ഈ ശിഷ്യന്മാർ വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവേ, ഇവൻ അന്ധനായത് ആരുടെ പാപം നിമിത്തം എന്ന് ചോദിക്കുന്നുണ്ട്. ആരുടെ പാപം നിമിത്തമെന്ന് ഈശോ അതിന് ഉത്തരം പറയുന്നത്, ആരുടെയും പാപം നിമിത്തമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ കാണാൻ. എന്നിട്ട് ഈശോ അവനോട് പറയുന്നതെന്നറിയാമോ? അവൻ്റെ കണ്ണിൽ ചെളിയുണ്ടാക്കി ചേറുപുരട്ടി അവൻ്റെ കണ്ണിൽ പുരട്ടിക്കൊണ്ട് പറഞ്ഞു, പോയി ശിലഹക്കുളത്തിൽ കഴുക, നിനക്ക് കാഴ്ച ലഭിക്കുമെന്ന് പറയുകയാണ്. അവൻ പോയി, അവൻ യേശുവിനെ അനുസരിച്ചു, പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ആഴമേറിയ ശിലഹക്കുളത്തിലേക്ക് ആ അന്ധൻ ഇറങ്ങി ചെന്നു. അവിടുത്തെ വെള്ളത്തിൽ അവൻ കൈയിട്ടു, വെള്ളം കോരി മുഖത്തേക്കൊഴിച്ച് അവൻ കഴുകി, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവരെ, അന്ധന്മാരായവരെ നമുക്കുണ്ടല്ലോ, നിരാശപ്പെടണ്ട, മറിച്ച് ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. അന്ധയാചകന്റെ മുമ്പിൽ ഈശോ നിന്നതുപോലെ, ജന്മന അന്ധനായവന്റെ മുമ്പിൽ ഈശോ നിന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഈശോ ഉണ്ട്. ഓരോ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ കാഴ്ച വീണ്ടും തരാൻ, നഷ്ടപ്പെട്ടു പോയ കൃപ വീണ്ടും കിട്ടാൻ, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി വീണ്ടും നേടിയെടുക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് വീണ്ടും നേടിയെടുക്കുവാൻ ഇതാ ഈശോ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ് എന്നങ്ങ് പഠിപ്പിച്ചല്ലോ. നിങ്ങളുടെ പ്രകാശം ഇരുളാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിനെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. ദൈവമേ, ഞങ്ങളുടെ കാഴ്ചയെയും ഞങ്ങളുടെ കണ്ണുകളെയും
അങ്ങ് തന്നെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും സുരക്ഷിതമല്ല എന്ന് ഞങ്ങൾക്കറിയാം. കണ്ണിൽ കാണുന്നതെല്ലാം, മുമ്പിൽ വരുന്നതിനെല്ലാം നോക്കുവാനുള്ള പ്രവണത ഞങ്ങൾക്കുണ്ട്. ആ കാഴ്ചയിലൂടെ ഞങ്ങളിലേക്ക് സാത്താൻ കയറി വരാനും സാധ്യതയുണ്ട്. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ എപ്പോഴും സംരക്ഷിക്കുവാൻ വേണ്ട കൃപ തരണമേ. കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങളുടെ കണ്ണുകളിലൂടെ വന്നുപോയ സർവ്വപാപങ്ങൾക്കും ഈ നിമിഷം അങ്ങ് മോചനം തരണമേ. പാപികൾക്ക് മോചനവും കടങ്ങൾക്ക് പൊറുതിയും നൽകുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ തിരുവചനങ്ങൾ ശ്രവിക്കുന്ന ഓരോ മകനും മകളും അവരുടെ നേത്രങ്ങൾ വഴി ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ഈ നിമിഷം മോചനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരുണ്യവാനായ കർത്താവ് നമ്മുടെ പാപങ്ങൾ മോചിക്കട്ടെ. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും യോഗ്യതയാലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയുടെ യോഗ്യതയാലും ഈ പാപം എല്ലാം മോചിച്ച് ഈ മക്കളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അമ്മേ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ കണ്ണുകൾ സ്വർഗം ദർശിക്കുവാനുള്ള കണ്ണുകളാണ്. പിതാവായ ദൈവത്തിൻ്റെ തിരുമുഖം കാണുവാനുള്ള കണ്ണുകളാണ്. പുത്രനായ ഈശോയെ കണ്ട് ആനന്ദിക്കുവാൻ, ആത്മാവിൻ്റെ സൗന്ദര്യം കണ്ട് ആനന്ദിക്കുവാനുള്ള കണ്ണുകളാണ്. അമ്മ തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ഈ കണ്ണുകൾക്ക് വേണ്ട പരിശുദ്ധി നൽകണമേ. കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം തന്നെ ഈ നിമിഷം പരിപൂർണമായി മറന്നും മായിച്ചു കളഞ്ഞും ഞങ്ങളുടെ കാഴ്ചകൾക്ക് ഒരു പുതിയ പ്രകാശം തരണമേ, കണ്ണുകൾക്ക് ഒരു പുതിയ പ്രകാശം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.